റമദാന് മുമ്പേ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്താണ്. അപ്പോൾ ഏകദേശം വാറിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹോട്ടലുകൾ കുറേ പൂട്ടിക്കിടക്കാം. പിന്നെ ഞാൻ ഇങ്ങനൊരു റിവ്യൂ മുന്നിട്ടിട്ടില്ല. ഞാൻ കുറേ സാധനങ്ങൾ ഒന്ന് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. മറ്റേ ഡ്രൈഡ് വെജിറ്റബിൾ സാധനം ഇതിൻ്റെ റിവ്യൂ. അതേമാതിരി ഹലാവ എന്ന് പറയും. ഇത് ഫ്രം ഷാർജയാണ്, ഇവിടുത്തെ പ്രൊഡക്റ്റ് അല്ല, UAE ഷാർജ. ഇത് നമ്മളെ അരുൺ ഐസ്ക്രീമിൻ്റെ യോഗട്ട് ഷേക്ക്, ഇതിൻ്റെയൊക്കെ റിവ്യൂ. പിന്നെ 7up ഉണ്ട്, 7up പ്ലസ് പാല്. ഗൾഫുകാർ എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, പാകിസ്ഥാനിലെ ആളുകൾ ഈ പാലിൽ നേരെ 7up ഒഴിച്ചിട്ട് 7upൽ നേരെ പാൽ ഒഴിച്ചിട്ട് കുടിക്കുക എന്നുള്ളത്. ഞാൻ മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കേൾക്കുമ്പോൾ വിയേഡാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ചെയ്ത് നോക്കാന്നുള്ള പ്ലാൻ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഡ്രൈഡ് വെജിറ്റബിൾ തുടങ്ങാം. ഈ സാധനം ഞാൻ മേടിച്ചിട്ടുള്ള വളാഞ്ചേരി ആറേന്നാണ്. കിലോ 1000 റുപ്യാണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം 100 ഗ്രാമാണ്. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. അതിൽ മഷ്റൂം ഉണ്ട് ഈ സ്റ്റോക്കിൽ. അതായത് ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് ഇതിൽ മഷ്റൂം ഇല്ല, സാധനത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് തിരഞ്ഞു നോക്കി സാധനം കിട്ടിയിട്ടില്ല. എന്തായാലും പിന്നെ അവിടെ നിന്ന് കിട്ടിയ വേറെ വീഡിയോ. ഈ സാധനം തന്നെ മധുരം ഉള്ളതുണ്ട്, സാൾട്ടിലുള്ളതുണ്ട്. നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള ഇതിൽ മധുരമുള്ളതാണ്. ഇത് ഇൻസ്റ്റയിൽ കുറേ കിടന്ന് കളിച്ചിരുന്നു. അപ്പോൾ അത് പയറാണ്. പംകിന് കുക്കുംബറാന്ന് തോന്നുന്നു. ഈ കഴിച്ചതൊക്കെ ഓരോന്നും ഓരോ ടേസ്റ്റാണ്. കറക്റ്റ് വെജിറ്റബിളിൻ്റെ വ്യത്യസ്ത ടേസ്റ്റുകളാണ്. പക്ഷെ ചെറിയൊരു മധുരമുണ്ട് സാധനം. അതുകൊണ്ടാണ് സ്വീറ്റിലും സാൾട്ടിലും ഉള്ളത്. ബീറ്റ്റൂട്ട് ക്യാരറ്റ് നമ്മളെ വെണ്ടക്ക ഒക്കെ സാധനം ടേസ്റ്റ് ഉണ്ട്. ഒരു വ്യത്യസ്ത ടേസ്റ്റുമാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മഷ്റൂം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മഷ്റൂം മുന്നേ കഴിച്ചത് നമ്മൾ ഈ സൗദിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സാധാരണ പഫ്കിമായിട്ടുള്ളൊരു സാധനം. കറക്റ്റ് മഷ്റൂം ഡ്രൈഡായി കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ടേസ്റ്റ് പഫ്കിൻ്റെ ടേസ്റ്റാണ്. കാരണം എല്ലതും ഓരോന്നും വ്യത്യസ്ത ടേസ്റ്റാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്നിനൊന്നിനും മെച്ചെന്ന് പറഞ്ഞ പോലെ. പിന്നെ ക്രിസ്പിയാണ് സാധനം. നമ്മളിപ്പോൾ ഈ ചായം കറിക്കൊക്കെ കൂട്ടണമാരെ ചായ വെച്ച് കാരണം ചിപ്സിന് പകരം വെജിറ്റബിൾസ് മോഡല്. ഇത് വെജിറ്റബിൾ ആണ്. ഇതേമാതിരി ഫ്രൂട്ടിലും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടില്ല. സാധനം ഓക്കെയാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ പേര് ഹലാവ എന്നാണ്. ഞാൻ പറഞ്ഞു മെയ്ഡ് ഇൻ UAE ഷാർജയാണ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. സാധനം മേടിച്ചിട്ടുള്ളത് ഞാൻ യാറേന്ന് തന്നെ മേടിച്ചിട്ടുള്ളത്. ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ മാമനായിട്ടും വാപ്പൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. സാധനം എന്താ പറയുക, പിസ്താഷ്യോ അതേമാതിരി ഒലിവ് ഓയിൽ പിന്നെ ഒക്കെ പാടെ വെച്ചുകൊണ്ട് ഒരു മിക്സ്ചർ. സാധനം കാണുമ്പോൾ ഒരു പഞ്ഞുമിഠായി മാതിരിയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു കട്ടിങ് ആണുള്ള ടൈപ്പാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ പിസ്താഷ്യോ പ്ലസ് ഈ ഒലിവ് ഓയിൽ ഒരു ചെറിയ കയ്പും വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ സാധനം സ്വീറ്റാണ് മെയിനായിട്ട്. സാധനം എൻ്റെ റിവ്യൂ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. സാധനം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. സാധനം 350 ഇതിൻ്റെ പ്രൈസ്. യാറയിൽ 339 മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടെ ഞാൻ അവിടെ കണ്ടിരുന്നു. അതൊരു സിൽവർ കളറായിട്ട്. ഇതിപ്പോൾ പച്ച കളറാണ് പിസ്താഷ്യോ. മറ്റേ തന്നെ ഒരു അലാവ ടൈപ്പ് സിൽവർ കളർ. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് ബലമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സ്പൂണായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കാണാൻ പഞ്ഞുമിഠായി മരിയാന്നുണ്ടെങ്കിലും അത്യാവശ്യം ബലം കൊടുത്താലേ ഈ സാധനം കിട്ടുള്ളൂ. ഇതാണ് ഈ സാധനം. സ്മെല്ല് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടില്ല. ഒരു മാറ്റില്ല, അന്നത്തെ അതേമാതിരി തന്നെ. സാധനം അടിപൊളിയാണ്. ഞാൻ അത് 2-3 ആളുകൾക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കണ്ട.
അവർക്കൊക്കെ ഈ സാധനം ഭയങ്കര ഇഷ്ടമായി. ഹെൽത്ത് വൈസ് നോക്കണ്ട, ഹെൽത്ത് വൈസ് നോക്കിയപ്പോൾ ഇതൊന്നും തിന്നാൻ പറ്റില്ല. ടേസ്റ്റ് കൊണ്ട് നല്ല അടിപൊളി. വ്യത്യസ്ത ടേസ്റ്റുകൾ ട്രൈ ചെയ്യാം, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാം. ഹഡ്സൻ്റെ യോഗട്ട് ഷേക്ക്, ഇത് 3 ഫ്ലേവറിലാണുള്ളത്. സ്ട്രോബെറിയിലുണ്ട്, ഇത് ബ്ലൂബെറിയാണ്, പിന്നെ വരുന്നത് മാംഗോയിലാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്ലൂബെറിയാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ 10 രൂപയുടെ മാൻ്റെ വെള്ളം 20 രൂപയുടെ മാൻ്റെ വെള്ളമൊക്കെ മേടിക്കുന്നുണ്ടല്ലോ, അപ്പം അതിനൊക്കെ പകരം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി ഹെൽത്തി ആവും ഈ സാധനം. ഒരു ചെറിയ അളവിൽ യോഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ അളവിലുള്ള പ്രോട്ടീൻ, ഷുഗറിൻ്റെ കണ്ടൻ്റാണ് കൂടുതൽ, കാരണം ഇത് ഫ്ലേവേർഡാണ്. പിന്നെ എന്നാലും മിൽക്ക് സോളിഡ് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൽ ആൾമോസ്റ്റ് ഫസ്റ്റ് വരുന്നത് മിൽക്ക് സോളിഡാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് പൊതുവേ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സാധനം എന്താണോ അതാണ് ആദ്യം കൊടുക്കുക. പിന്നെ ഇങ്ങനെ കുറഞ്ഞതിൻ്റെ അളവിനനുസരിച്ചാണ് ബാക്കി സാധനങ്ങൾ. മിൽക്ക് സോളിഡാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ളത്, പിന്നെ ഷുഗറാണ്, അപ്പോൾ പിന്നെ ബ്ലൂബെറിയുടെ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ സാധനം ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. ഇത് സാധനം അരുളിലാണ് കിട്ടുക. ഈ അച്ഛനും അരുണിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പിന്നെ ഇത് ആൾമോസ്റ്റ് ഒരു 175 ml വരുന്നുണ്ട് ഈ സാധനം. 175 ml. ഇതിന് 30 റുപ്യാണ് വരുന്നുള്ളൂ. നോർമൽ നമ്മളൊരു 30 രൂപയ്ക്ക് ലൈമ് കുടിക്കണേക്കാളൊക്കെ ബെസ്റ്റ് ഇതാവും. നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, നോ ആർട്ടിഫിഷ്യൽ കളറ്, നോ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ ഇതിമുണ്ട് നല്ല വില. പക്ഷെ എന്നാലും സാധനം നല്ല ടേസ്റ്റ് ആയിട്ട് ഏറെക്കുറെ നമുക്കൊരു ജെനുവിൻ ആയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റീൻ്റെ ഒരു ഫീൽ ഇതിന് കിട്ടലുണ്ട്. 75 ml ആണ്. ഇതിന് വരുന്ന പ്രൈസ് 30 ആണ്. 30 ഇപ്പം ആയതാണ്, ആദ്യം 25 ആയിരുന്നു, ഇപ്പം അടുത്തായിട്ടുള്ള 30. തുറക്കുമ്പോൾ പതുക്കെ തുറന്നാൽ അതൊന്നാകെ വരില്ല, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് മേത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇതും ട്രൈ ചെയ്യാം. ബ്ലൂബെറിയുടെ കളർ തന്നെയാണ് വരുന്നത്, ഏറെക്കുറെ ഒരു വൈലറ്റ് ടച്ചിൽ. ചെറിയ ചെറിയ നമ്മൾ അതിൻ്റെ തൊലി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇടയ്ക്ക് ഇതിൽ കടിക്കാൻ കിട്ടുന്നുണ്ട്. പാല് സാനപ്പ് ഇത് മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, നോക്കി നോക്കേണ്ട പാടുക. തരിപ്പ് കൂടുതൽ കിട്ടാനാണ് ഫിസ് കൂടുതൽ എടുത്തത്. ആലോചിച്ചു പൊന്തി വന്നേക്കണേ. അത്ര അനുഭവമൊന്നുമില്ല കേട്ടോ, സാധനം ഓക്കെയാണ്. പൊന്തി വന്നോണ്ട് പാലിന്റെ കണ്ടന്റ് അതിൽ കുറച്ച് കുറഞ്ഞു. ഭയങ്കര ഹൈപ്പ് മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല, സാധനം ഓക്കെ, അത്രേ ഉള്ളൂ. പാല് ഒഴിക്കുമ്പോൾ തന്നെ ഇത് പൊന്തി വരുന്നുണ്ട് കേട്ടോ. പിരിണ്ടോന്ന് ഡൗട്ട് ഉണ്ട്, ഇത് മേലെ സാധനം കെട്ടിട്ടുണ്ട്. സാധനപ്പായതുകൊണ്ടാവും ചിലപ്പോ ഉള്ളിൽ ചെന്നിട്ട് പിരിഞ്ഞിട്ടുണ്ടാവും.